പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ അല്ലാഹുവിനെ തഖ്വയിൽ ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായി ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള നല്ല തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ആദരവായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബാലയത്തിന്റെ തണൽ പറ്റി തന്റെ തോർത്തുകൊണ്ട് തലയണയാക്കി ചുരുട്ടി വെച്ച് അതിൽ തലവെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നുറങ്ങുമ്പോൾ അവിടേക്ക് സങ്കടം പറയാൻ വേണ്ടി ചില സഹാബാക്കൾ ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ വരികയുണ്ടായി. വലിയ സങ്കടം പറയാനുണ്ട് അവർക്ക്. ഇസ്ലാമിലേക്ക് ആറാമനായി കടന്നു വന്ന ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു അടക്കം വിശ്വാസി സമൂഹം മക്കയിലെ മുശ്രിക്കീങ്ങൾ നേരിടുന്ന ശക്തമായ താടനങ്ങളും പീഡനങ്ങളും സഹിക്കവയ്യാതായ ആ സമൂഹത്തിന് അതിൽ നിന്നെല്ലാം ഒരു മോചനം എന്നാണ് ലഭ്യമാകുക എന്നൊരു കാത്തിരിപ്പിന്റെ ഭാഗമായിട്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു ശുഭപ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. പക്ഷെ താങ്ങാനാവുന്നതിലേറെയും ശക്തമായ നിലയിലുള്ള പീഡനങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി കൊണ്ടിരുന്നപ്പോ റസൂലിന്റെ മുമ്പിലേക്ക് അവർ സങ്കടങ്ങൾ പറയാൻ വേണ്ടി കടന്നു വന്നിട്ട് ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ നെഞ്ചിലെ വസ്ത്രം മാറ്റിക്കൊണ്ട് റസൂൽ കാണിക്കുന്നുണ്ട്. നബി ഇത് കണ്ടു. അവർ എന്നെ ഈ തൗഹീദിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്റെ വസ്ത്രം നീക്കുകയും എന്റെ നഗ്നമായ മേനയിലേക്ക് അവർ ചുട്ടുപൊള്ളുന്ന കണലുകൾ വെച്ച് എന്റെ ശരീരത്തെ പൊള്ളിക്കുകയും ചെയ്തു പോയിട്ടുണ്ട്. അതിന്റെ പാടുകളാണ് ഈ കാണുന്നത്. എന്റെ ശരീരത്തിൽ നിന്ന് പൊട്ടി ഒലിച്ച ചോരയും നീരും കാരണം കനലുകൾ പോലും കെട്ടുപോകുന്നമാറ് ഞങ്ങൾ ശക്തമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന റസൂലെ, അലാ തസ്തഗ്ഫിറുല്ലാഹ ലനാ അലാ തദ്ഉ ലനാ. നബി, അങ്ങ് ഇവിടെ വിശ്രമിക്കുകയാണോ? അല്ലാഹുവിനോട് ഇനിയെങ്കിലും അങ്ങേക്ക് പ്രാർത്ഥിച്ചൂടെ നബി? അല്ലാഹുവിനോട് ഇനിയെങ്കിലും സഹായം ചോദിച്ചൂടെ നബി? ഇനി എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവുക? അങ്ങ് എപ്പോഴാണ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സഹാബികൾ അവർ അനുഭവിച്ച സങ്കടങ്ങൾ നബിയുടെ മുമ്പിൽ ഇറക്കി വെച്ചുകൊണ്ട് ദുആ ആവശ്യപ്പെടുന്നുണ്ട്. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഖബ്ബാബിനോടും സംഘത്തോടും പറഞ്ഞു, നിങ്ങൾക്കറിയുമോ, മുൻഗാമികൾ പെട്ട ചിലർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ ആദർശത്തിന്റെ പേരിൽ ചില ആൾക്കാരെ അവർ കൈകാര്യം ചെയ്ത രീതി ഞങ്ങൾക്ക് അറിയുമോ? ചില ആൾക്കാർ കുഴിയിലേക്ക് ഇറക്കി നിർത്തും. എന്നിട്ട് ഈർച്ചവാളുകൾ കൊണ്ടുവന്നിട്ട് തല മുതൽ കാല് വരെയും രണ്ടായി പിളർത്തിയിടാറുണ്ട്. അങ്ങനെയും ചില ആൾക്കാർ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ ചില ആൾക്കാരെ, ചില പ്രവാചകന്മാരെ പോലും ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ടുവന്നിട്ട് അവരെ ഭക്ഷ്യമാംസങ്ങളെ വാർന്നെടുക്കപ്പെട്ടിട്ടുണ്ട്. അവരാരും മരിച്ചവരല്ല, ജീവനോടെ നിർത്തിയിട്ട് പച്ചയായ മനുഷ്യനെ രണ്ടായി വെട്ടിവീഴ്ത്തുകയും അവരെ പച്ചമാംസങ്ങളെ എല്ലുകളിൽ നിന്ന് വാർന്നെടുക്കുകയും ചെയ്തിട്ടും തൗഹീദിൽ നിന്ന് പിൻവാങ്ങിയിട്ടില്ല പൂർവികരായ ഒരു സമൂഹം. അതുകൊണ്ട് ഞങ്ങൾ ഭയപ്പെടേണ്ട. ഈ തീർച്ചയായിട്ടും ഈ സത്യം എന്നുള്ളത് വല്ലാഹി ലയുതിമ്മന്ന ഹാദൽ അംർ, ഈ പ്രസ്ഥാനം, ഈ വിശ്വാസം, ഈ ആദർശം ഇവിടെ വിജയിക്കുക തന്നെ ചെയ്യും. ഇത് പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. എന്റെ വാഗ്ദാനങ്ങൾ വെറുതെയല്ല, അല്ലാഹുവിന്റെ വാഗ്ദാനങ്ങൾ വെറുതെയല്ല. ഒന്നും പാടില്ല സഹാബാക്കളെ, തീർച്ചയായിട്ടും ഇത് പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. ഹത്താ യസിറ റാകിബു മിൻ സൻആ ഇലാ ഹദറമൗത് ലാ യഖാഫു ഇല്ലല്ലാഹ അബിദ്ദബ അലൽ ഗനം എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ ഈ മതം വളരുക തന്നെ ചെയ്യും, ഈ പ്രസ്ഥാനം ഇവിടെ വളരുക തന്നെ ചെയ്യും. എത്രത്തോളം എന്ന് പറയുമ്പോൾ സൻആയിൽ നിന്ന് ഹദറമൗത്ത് വരെ വിശാലമായ ഒരു പ്രവിശ്യയിലേക്കുള്ള സുദീർഘമായ യാത്രയിൽ ഒരു മനുഷ്യന് പടച്ചവനെ അല്ലാതെ ഭയക്കാതെ, മറ്റാരെയും ഭയക്കാതെ യാത്ര ചെയ്യാവുന്ന വിധം നിർഭയത്വമുള്ള ഒരു ലോകമായി ഈ രാജ്യത്തെ, ഈ ലോകത്തെ മാറ്റുന്ന ഒരു പ്രസ്ഥാനമായി ഈ മതം വളരുക തന്നെ ചെയ്യുമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് എല്ലാവരെയും ഭയക്കണം. അല്ലെങ്കിൽ അവരുടെ കന്നുകാലികളുടെ മേൽ ചെന്നായിക്കളെയും അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടേണ്ടി വരില്ല. അന്ന് എല്ലാത്തിനെയും ഭയന്ന മനുഷ്യൻ ജീവിക്കുന്നത്. ഒറ്റയ്ക്കൊരു മനുഷ്യന്, ഒരാൾക്ക് ഒറ്റയ്ക്ക് അല്ലാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും പേടിക്കാതെ ധൈര്യമായി സഞ്ചരിക്കാവുന്ന വിധം നിർഭയത്വമുള്ള ഒരു സമൂഹമായിട്ട്, ഒരു രാജ്യമായിട്ട് ഇതിനെ വാർത്തെടുക്കാതെ ഈ മതം അവസാനിക്കില്ല എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലകിന്നകും തസ്തഅജിലൂൻ, പക്ഷെ നിങ്ങൾ ധൃതി കാണിക്കുകയാണ്. നിങ്ങൾക്ക് അല്പം ധൃതി കൂടി പോകുന്നുണ്ട്. ഇതൊന്നും ഒന്നും ആയിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതും വിശ്വസിച്ചു അവർ. അപ്പൊ വരും അല്ലാഹുവിന്റെ റസൂൽ സഹായം വരുമല്ലേ? അപ്പൊ ഈ സഹിച്ചതുപോലെ ഇനിയും സഹിക്കണമല്ലേ എന്ന്. പിന്നെയും അവർ സഹിക്കാൻ തയ്യാറായി. ജബൽ അബീ ഖുബൈസിന് മുകളിൽ കയറിട്ട് ഖുലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു എന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ വിജയിക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചത് മുതൽ ഇങ്ങോട്ട് വിശ്വാസികൾക്ക് ആർക്കും സുഗമമായ ഒരു ജീവിതം ഉണ്ടായിരുന്നില്ല. നബിക്കടക്കം
മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയവരും ആട്ടിപ്പായിച്ചവരും കല്ലെറിഞ്ഞവർ തുടങ്ങിയിട്ട് റസൂലുള്ളാഹി നബിയിൽ വിശ്വസിക്കുന്നവരും ഓരോ ദിനം പ്രതി അതിശക്തമായ കൊടിയ പീഡനങ്ങൾ ശത്രുപക്ഷത്തു നിന്ന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെയും പ്രതീക്ഷ എന്താണെന്നറിയുമോ? അള്ളാഹുവിന്റെ സഹായം വരുന്നു. സംഘങ്ങളും പിരിഞ്ഞുപോയി. അവർ പിന്നെയും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു. അതിക്രൂരമായ വിധത്തിൽ ശത്രുക്കൾ ആഹ്ലാദിച്ചുകൊണ്ട് അവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. മത്സര ബുദ്ധിയോടെ അവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോഴവർ പ്രതീക്ഷയോടെ കാത്തിരുന്നു. റസൂല് പറഞ്ഞൊരു ദിവസം വരുമെന്ന്. 10-13 കൊല്ലത്തോളം കടന്നുപോയി. ഒന്നും സംഭവിച്ചില്ല, ഒന്നും മാറ്റമുണ്ടായില്ല. അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവസാനം സ്വന്തം നാട് പോലും വിട്ട് ഓടേണ്ടി വന്നു അവർക്ക്. സ്വന്തം നാട് പോലും, പിറന്ന മണ്ണും ജനിച്ച നാടും വളർന്ന വീടൊക്കെ എല്ലാം വിട്ടൊഴിഞ്ഞിട്ട് ആ സമൂഹം ഒന്നടങ്കം പലായനം ചെയ്യേണ്ടി വന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കം. അപ്പോഴും അവർ ആ വിശ്വാസം കൊണ്ട് പോവുകയാണ്. എന്താ പ്രതീക്ഷ എന്നുള്ളത്? വരും അല്ലാഹുവിന്റെ സഹായം വരും. എന്ത് കണ്ടിട്ടാണ് അവർക്ക് ആ പ്രതീക്ഷ ഉണ്ടായത്? നെഞ്ചകത്തുള്ള വിശ്വാസം ഒന്ന് മാത്രമാണ്. അല്ലാതെ വേറൊന്നും ബാഹ്യ ലോകത്ത് ഒന്നും കാണുന്നില്ല. അതിന്റെ അടയാളങ്ങളൊന്നും കാണുന്നില്ല. മോചനവും വിജയത്തിന്റെയും ഒരു സാധ്യതയും ഇല്ലാതെ ഓരോ ദിവസവും ബുദ്ധിമുട്ടുകൾ കൂടും. നബി പറയുന്ന കുഴപ്പമില്ല, കാര്യങ്ങൾ അല്ലാഹുവിന്റെ സഹായം വരുമെന്ന്. ഓരോ ദിവസവും നഷ്ടങ്ങൾ കൂടുന്നു, സങ്കടങ്ങൾ കൂടുന്നു. അത് ക്രൂരമായിട്ട് യാസറിന്റെ കുടുംബത്തെ നിഷ്ഠൂരം പതിക്കപ്പെട്ടു. ഒന്നും സംഭവിച്ചില്ല അവിടെ. യാസിർ കുടുംബം ഒന്നടങ്കം കഠിനമായ പീഡനങ്ങൾക്കിരയായി. യാസിറും ഭാര്യ സുമയ്യ റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. ഒന്നും സംഭവിച്ചില്ല. അവസാനം നാടും വീടും പെട്ട് അവർ മദീനത്തേക്ക് ചേക്കേറേണ്ടി വന്നു. അവിടെയും റസൂൽ പറഞ്ഞു, പ്രതീക്ഷയ്ക്ക് വഴിയുണ്ട്, എല്ലാം ശരിയാകുമെന്ന്. ആ വിശ്വാസത്തിൽ അവർ പിന്നെയും മുന്നോട്ട് പോയി. ഓരോ ദിവസം കഴിയുമ്പോൾ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു. ബദർ യുദ്ധം കടന്നു വന്നു, ഉഹദ് യുദ്ധം കടന്നു വന്നു. ഇതിന്റെ ഒന്നും ക്ഷീണം മാറിയിട്ടില്ല. മക്കത്ത് നിന്ന് മദീനത്തേക്ക് പറിച്ചു നട്ട സഹാബാക്കൾക്ക് അവിടെ വേരോട്ടവും ഉണ്ടായിട്ടില്ല. ഒന്ന് നിലനിൽക്കാൻ പോലും മദീനത്ത് കഴിയാത്ത സാഹചര്യത്തിലാണ് അടുത്ത ഖന്തക് യുദ്ധത്തിന്റെ സാഹചര്യം ഒരുങ്ങുന്നത്. അതുകൂടിയായപ്പോ അവർക്ക് താങ്ങാൻ കഴിയാതെയായി. അഹ്സാബ് യുദ്ധത്തിന്റെ സാഹചര്യം, അകത്ത് നിന്ന് ആഭ്യന്തര ശത്രുക്കളായ ജൂതന്മാരും പുറത്തു നിന്ന് മക്കയിലെ മുശ്രിക്കുകളും സഖ്യ സൈന്യം ഉണ്ടാക്കിയിട്ട് വംശീയമായി മുസ്ലിമീങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് സൈനിക നീക്കത്തിനൊരുങ്ങുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബാക്കൾ അത് അറിയുമ്പോൾ അവർക്കുണ്ടായ ഭയമുണ്ടല്ലോ. അവർക്കുണ്ടായ ഒരു ഭയമുണ്ട്. നാളിതുവരെ ഓടിയിട്ടും അവസാനിക്കാത്ത സങ്കടങ്ങള്. കുന്നോളം കൊണ്ട് ഹിജ്റ 5-ാം വർഷം, ഹിജ്റ കഴിഞ്ഞ് 18 വർഷം പ്രവാചകന്റെ നുബുവത്തുമായി കടന്നു വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനം തുടങ്ങിയിട്ട് 18 കൊല്ലമായിട്ട് തീരാത്ത തീണ്ടാപ്പാടാൽ നിൽക്കുന്ന വിജയങ്ങൾ, സങ്കടങ്ങളും പേറി വന്ന സമൂഹത്തിനെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവർക്കിടയിലേക്ക് കടന്നു വന്ന ശത്രുവിന്റെ ആധിക്യം, മുകളിലൂടെയും താഴെയും താഴെ നിന്നും അവരിലേക്ക് ശത്രുവിന്റെ ആധിപത്യം ഉണ്ടായപ്പോ അവർ അല്ലാഹുവിനെ കുറിച്ച് പോലും അവർക്ക് ചിന്തകൾ പിഴച്ചുപോയി. അവിടെ ഈ അള്ളാഹുവിനെ കുറിച്ച് അതുവരെയുള്ള വിശ്വാസം പ്രതീക്ഷയും പോലും ഒരു നിമിഷത്തേക്ക് ചിലർക്കെങ്കിലും മാറിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം അവരുടെ വിഷ്ണുക്കൾ വിശദീകരിക്കുന്നുണ്ട് അതിന് അവരുടെ അന്നത്തെ അവസ്ഥ എന്നുള്ളത്, അവരുടെ ആ ഭയം എന്നുള്ളത്. അവരുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളുകയും അവരുടെ ഹൃദയങ്ങൾ തൊണ്ടക്കുഴിയിലേക്ക് വരികയും ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ. അവരുടെ ഹൃദയങ്ങള്, നെഞ്ചിലിരിക്കേണ്ട ഹൃദയങ്ങൾ തൊണ്ടയിലേക്ക് വന്നുപോയ നിമിഷം വല്ലാതെ ഭയന്നു പോയിട്ടുണ്ട്. അന്നാണ് വിശ്വാസികൾ ഏറ്റവും കഠിനമായി പരീക്ഷിക്കപ്പെട്ടത്, വിറപ്പിക്കപ്പെട്ടു പോയ സമൂഹം എന്ന് വിശുദ്ധ ഖുർആൻ. അങ്ങനെ അവർക്ക് പടച്ചോനെ കുറിച്ച് ഇനി എപ്പോഴാ സഹായം, ഇനി എന്താ ഇവിടെ നടക്കുന്നത്? ഒരു 10 കാലത്തിലേറെയായി, ഒരു 18 കൊല്ലക്കാലമായി അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഈ സമൂഹത്തിലുണ്ടായ തിരിച്ചടികളും കനത്ത നഷ്ടങ്ങളും ദുഃഖങ്ങളും പേറിയിട്ട് ഇപ്പൊ ഇവിടെ ഇനിയും ഒരു പോരാട്ടം, നമ്മൾ നശിക്കാൻ പോകുന്നു എന്ന ഭയം അവരെ വേട്ടയാടിയപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചർച്ചയ്ക്ക് വേണ്ടി അവരെ വിളിക്കുന്നതും ഖന്തക് കുഴിക്കാമെന്നുള്ള ഉപാധിയിലേക്ക് എത്തുന്നത്. അറബികൾക്ക് പരിചയമില്ലാത്ത എന്നാൽ പേർഷ്യക്കാർക്ക് വലിയ പരിചയമുള്ള കിടങ്ങ് കുഴിക്കുന്ന സംവിധാനം സൽമാൻ ഫാരിസ് പറഞ്ഞു കൊടുത്തു. കിടങ്ങ് കുഴിച്ചുകൊണ്ടേയിരുന്നു, കിടങ്ങ് കുഴി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അവിടെ ഒരു മാർഗതടസ്സമുണ്ടായി. ആ കുഴി സമ്പൂർണ്ണമാക്കാൻ കഴിയാതെ അവർക്ക് ശക്തമായ ഒരു പാറക്കല്ല്, അതിനെ പൊട്ടിച്ചു കളയാൻ കഴിയാത്ത വിധം ശക്തമായ ഒരു പാറക്കല്ല് അവർക്ക് തടസ്സമായി. ഒന്നുകിൽ കിടങ്ങ് മാറ്റണം, അല്ലെങ്കിൽ എങ്ങനെയും പൊട്ടിക്കണം, കഴിയില്ല. നബിയുടെ മുമ്പിൽ പ്രശ്നം അവതരിപ്പിച്ച റസൂൽ പറഞ്ഞു, എന്തായാലും കുഴി മാറ്റാൻ നിൽക്കണ്ട, ഒരു ബുദ്ധിമുട്ടിയിൽ ഇത്രയും ഒരു കിടങ്ങുണ്ടാക്കിയത് നമുക്ക് പൊട്ടിക്കാന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു മഴ വാങ്ങിച്ചിട്ട് ആ കുഴിയിലേക്ക് ഇറങ്ങി നിന്ന് ആ പാറക്കല്ല് അടിച്ചു പൊട്ടിക്കുന്ന നിമിഷമുണ്ട്. കൃത്യം 10 വർഷം, ഹിജ്റ 15-ാം വർഷം റമദാൻ മാസത്തിന്റെ 13-ന് മസ്ജിദുൽ അഖ്സയുടെ വാതിൽ തുറന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പലസ്തീനും ഷാമും വിജയിച്ചിട്ട് വെള്ളിക്കൊടി പാർച്ച് അധികാരം സ്ഥാപിച്ചിട്ടുണ്ട്. 10 കൊല്ലം കഴിഞ്ഞപ്പോ 28-ാമത്തെ വർഷം അതാ റസൂൽ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു എന്ന്. അവരെ വിശ്വാസത്തോടു കൂടി സഞ്ചരിച്ചതുകൊണ്ട് ഖബ്ബാബ് ബിൻ അർത്ത് കൂഫയിലെ ഏറ്റവും വലിയ ധനികനായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ അലമാര ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ അലമാര പിന്നെ ഉണ്ടായിരുന്നില്ല. ദാരിദ്ര്യം പിടിച്ച മനുഷ്യന്റെ വീട്ടിലെ അദ്ദേഹത്തിന് സമ്പാദ്യങ്ങൾ കൂട്ടിവെക്കും, ആർക്കോണമെങ്കിലും എടുക്കാൻ.
ഒരു അഗതിയെയും ഒരു അനാഥനെയും ഒരു നിരാലംബനെയും ഞാൻ തടയില്ല, എന്റെ സമ്പാദ്യം ഞാൻ കൂട്ടിവെക്കില്ല എന്ന് മരിക്കാൻ സമയത്ത് 80,000 ദിനാറുകൾ അദ്ദേഹം പുറത്തെടുത്ത് വെച്ചിട്ട് ഇത് ഞാൻ മൂടി വെക്കാറില്ല, മറച്ചു വെക്കാറില്ല, ആർക്ക് വേണമെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞു പോയി. ആ മനുഷ്യൻ കൂഫയുടെ അധിപനായിട്ട് അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗവർണറായിട്ട് മാറി. മാറ്റങ്ങൾ ഒരുപാടുണ്ടായി. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മസ്ജിദുൽ അഖ്സയിലെ പള്ളിക്കകത്തേക്ക് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നു. അത് വിജയിച്ച് ഷാം വിജയിച്ചു കഴിഞ്ഞപ്പോ ഈ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിന് ബാങ്ക് വിളിക്കാൻ കഴിഞ്ഞിട്ടില്ല. ബാങ്ക് വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതിനപ്പുറത്തേക്ക് ബാങ്ക് വിളിക്കാൻ കഴിയാത്തത് കൊണ്ട് ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറഞ്ഞു, എന്നെ ഒഴിവാക്കണം, ഈ ജോലി ഇനി ഞാൻ ചെയ്യില്ല, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് അതിനപ്പുറത്തേക്ക് ബാങ്ക് കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്ന്, അതുകൊണ്ട് എന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് അന്ന് ബാങ്ക് വിളി നിർത്തി. പ്രവാചകന്റെ വിയോഗാനന്തരം മദീന പള്ളിയിൽ പിന്നെ ബിലാലിന്റെ ബാങ്ക് കേട്ടിട്ടില്ല. അവിടെ നിന്ന് വിടവാങ്ങി പോയ മനുഷ്യനെയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മസ്ജിദുൽ അഖ്സ എന്ന മഹത്തായ പള്ളിയിലേക്ക് വിളിച്ചു വരുത്തി ആ പള്ളിയിൽ വെച്ച് ബിലാലിന്റെ ബാങ്ക് മുഴങ്ങുന്നത്. ആ ബാങ്ക് വിളിക്കുമ്പോൾ അന്ന് കേട്ട എല്ലാ വിശ്വാസികളും കരഞ്ഞുപോയി. അശദ്ദുഹു ബുകാൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അന്ന് ഏറെ കരഞ്ഞുപോയത് ഉമർ എന്ന സഹാബിയാണെന്ന് ചരിത്രം. എന്തുകൊണ്ട്? ഈ പുണ്യപ്രവാചകൻ വാഗ്ദാനം ചെയ്ത ആ സ്വപ്നങ്ങൾ ഓരോന്നായി പൂവണിയുമ്പോ അതൊന്നും കാണാൻ നിന്റെ നായകനില്ലല്ലോ എന്ന സങ്കടം, വിട്ടുപോയ പ്രവാചകന്റെ വേർപാടിന്റെ സങ്കടം കാരണം ബിലാൽ അടക്കമുള്ള സഹാബാക്കൾ കരഞ്ഞു പോയിട്ടുണ്ട്. ആ ബാങ്കുലിയിൽ ഒരു ആനന്ദമുണ്ടായിരുന്നു, ആ ബാങ്കുലിയിൽ ഒരു സന്തോഷമുണ്ടായിരുന്നു, ആ ബാങ്കുലിയിൽ ഒരു വിജയചിഹ്നം ഉണ്ടായിരുന്നു. ഇന്ന് അതേ നാട്ടിൽ, ഇന്ന് അതേ പലസ്തീന്റെ മണ്ണിൽ നിന്ന് കേട്ട ഒരു ബാങ്കാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളെ ശ്രദ്ധ പിടിച്ചിരിക്കുന്ന സംഭവം എന്നുള്ളത്. ആ നാട്ടിൽ ബാങ്ക് പൂർത്തിയാക്കാൻ കഴിയാതെ സങ്കടപ്പെട്ട് ഇടറിപ്പോകുന്ന ശബ്ദത്തോടുകൂടി കരയുന്ന കണ്ണുകളോടെ റഫേൽ എന്ന് വിളിച്ച ബാങ്കിന്റെ ശബ്ദമുണ്ടല്ലോ, ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സങ്കടക്കടലായി മാറിയിട്ടുണ്ട്. അവർക്കുള്ള ഏറ്റവും വലിയ പ്രത്യാശയാണ് ബിലാൽ എന്ന് വിളിച്ചിട്ടുള്ള ആ വിജയത്തിന്റെ ബാങ്കുലി എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ഈ ചരിത്രം ഇത്രയും പറഞ്ഞത് ഒരേ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്, ഒരേ ഒരു കാര്യത്തിലേക്ക് വരാൻ വേണ്ടിയാണ്. ഓൾ ഐസ് ഓൺ ദ റഫ എന്നാണ്. എല്ലാ കണ്ണുകളും റഫയിലേക്ക് എന്ന് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കഴിഞ്ഞ 2 ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഏറ്റവും വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന, ഏറ്റവും വലിയ റീച്ചുള്ള, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പോസ്റ്റർ എന്നുള്ളത് ഓൾ ഐസ് ഓൺ റഫ എന്ന്, എല്ലാ കണ്ണുകളും റഫയിലേക്ക് എന്ന ആ പോസ്റ്ററാണ്. എന്തുകൊണ്ടാണ് ഒരു പോസ്റ്റർ ഉണ്ടായി നമുക്കറിയാം. റഫയിലേക്ക്, റഫയുടെ അഭയാർത്ഥി ക്യാമ്പിലേക്ക്, ഈജിപ്തിന്റെയും ഗസയുടെയും അതിർത്തി പ്രദേശമായ ആ റഫയിലേക്ക് തമ്പടിച്ചുകൂടി ജീവിച്ചിരുന്ന അഭയാർത്ഥി ക്യാമ്പിലേക്ക് യുദ്ധ നിയമങ്ങൾ പോലും കാറ്റിൽ പുറത്തേക്കൊണ്ട് നടത്തിയിട്ടുള്ള ബോംബ് സ്ഫോടനത്തിലൂടെ 45 മനുഷ്യര് ചുട്ടെടുത്ത് കൊന്നു കളഞ്ഞു. സ്ത്രീകളടക്കം, ഗർഭിണികളായ സ്ത്രീകളടക്കം, 12ഓളം പിഞ്ചു മക്കളടക്കം പച്ച ഇറച്ചി വേവിച്ചെടുത്തതുപോലെ ബോംബിട്ടുകൊണ്ട് 45ഓളം പേര് കേവലം ടാർപ്പ, മരത്തൂണുകൾ സ്ഥാപിച്ചിട്ട് അതിൽ ടാർപ്പ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ കേവലം കുറെ ടെന്റുകൾ മാത്രം താമസിച്ചു. പ്രാഥമികമായ കാര്യങ്ങൾക്ക് പോലും, പ്രാഥമിക കൃത്യങ്ങൾക്ക് പോലും ഒരു സൗകര്യവുമില്ലാതെ ആയിരക്കണക്കിന് മനുഷ്യർ ഇങ്ങനെ ടാർപ്പയില് കൂര ഉണ്ടാക്കിയിട്ട് അവിടെ കിടക്കാണ്. അഭയാർത്ഥികളായി കഴിക്കാൻ നല്ല ഭക്ഷണം കിട്ടാതെ, കുടിക്കാൻ ശുദ്ധജലം പോലും കിട്ടാതെ കഴിഞ്ഞ ആ സമൂഹത്തിന് നേരെ ബോംബ് വർഷിപ്പിച്ചിട്ട് അവരെ കൊന്നൊടുക്കാതെ കണ്ടിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിനെതിരെ ഇന്ന് ലോക മനസാക്ഷികൾ ഉണർന്നതിന്റെ ഒരു ശുഭസൂചന മാത്രമാണ് ഈ പോസ്റ്റർ വിപ്ലവം എന്നുള്ളത്. ഒരു ആൾക്കാരെ പഴയ കാലത്തെല്ലാം മടിച്ചിരുന്നവർ പോലും, പലസ്തീൻ സമൂഹത്തിന്റെ സങ്കടങ്ങളിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വിസമ്മതിച്ച് നിന്നവർ പോലും ഇന്ന് സെലിബ്രിറ്റികൾ അടക്കം ഒരുപാട് പേര് വ്യാപകമായിട്ട് ഇതിന്റെ സ്റ്റോറികളും ഈ പോസ്റ്ററുകളും വ്യാപകമായിട്ട് അവർ പങ്കിടുന്നു. അത് ചർച്ചയാകുന്നു. ആഗോളതലത്തിൽ പലസ്തീൻ അനുകൂലമായ ഒരു മാനസികാവസ്ഥ, ഒരു തരംഗം ഉണ്ടാകുന്നു. അതോടൊപ്പം ഇസ്രായേലിന് വിരുദ്ധമായ നിലയിൽ വലിയൊരു ചേരി രൂപപ്പെടുന്നു എന്നുള്ളത് ഒരു ശുഭസൂചനയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും പ്രശ്നം തീരില്ലല്ലോ. അതങ്ങ് നമ്മുടെ പ്രശ്നവുമല്ല, ആ പ്രശ്നത്തിന്റെ പരിഹാരവുമല്ല. ഉത്തരവാദിത്തപ്പെട്ടവരാരും ഒന്നും മിണ്ടുന്നില്ല. എല്ലാം വളരെ പ്രഹസനപരമായി നടത്തുന്ന ചില അപലപിക്കലുകൾ, ചില പ്രസ്താവനകളും ചില വാണികങ്ങളും മാത്രമല്ലാതെ ക്രിയാത്മകമായി എന്ത് പ്രക്രിയയാണ് പലസ്തീന്റെ വിഷയത്തിൽ നടന്നിട്ടുള്ളത്? നമുക്കറിയാം, ലോകത്ത് ഏറ്റവും വലിയ ആൾനാശം ഉണ്ടാക്കിയിട്ടുള്ളതും ഏറ്റവും വലിയ ധനനഷ്ടം ഉണ്ടാക്കിയതും പരിസ്ഥിതിക്ക് നാശം ഉണ്ടാക്കിയതും 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങളാണ്. 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങളിൽ ലോകത്തുണ്ടായ നഷ്ടങ്ങളുടെ കണക്ക് എന്നും എടുത്തു തീർന്നിട്ടില്ല. അത്രയേറെ പുഴുക്കളെ പോലെ കൊന്നു തള്ളിയിട്ടുള്ള കോടിക്കണക്കിന് മനുഷ്യരുടെ ചോരച്ചാലുകളുടെ ചരിത്രം പറഞ്ഞ് 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും മനസ്സിലായ യാഥാർത്ഥ്യമുണ്ട്, ഇതിനി ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഇങ്ങനെ ഒരു ആവർത്തനം ഉണ്ടാകാൻ പാടില്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ലോകത്ത് ഇനി സമാധാനം ഉണ്ടാകണം, മനുഷ്യർക്ക് സമാധാനം ഉണ്ടാകണം. അതുകൊണ്ട് മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ട് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന മഹത്തായ പ്രഖ്യാപനം ഉണ്ടായി.
രാജ്യമായി അത് ലോകം ഏറ്റെടുത്തു. ഐക്യരാഷ്ട്രസഭയ്ക്ക് രൂപകൽപ്പന കൊടുത്തു. അങ്ങനെ രാജ്യങ്ങളെല്ലാം ചേർന്നിട്ട് ഒരു തമ്മിലടി വേണ്ട 53 രാജ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യമായി UN രൂപീകരിക്കുകയും ഇന്ന് 193 രാജ്യങ്ങൾക്ക് അംഗത്വം കൊടുത്ത് വിപുലമായ നിലയിൽ അതിന് ഉപസംഘടനകൾ, അന്താരാഷ്ട്ര കോടതികൾ, അന്താരാഷ്ട്ര ബാങ്കുകൾ, അന്താരാഷ്ട്ര വിദ്യാഭ്യാസ സംരംഭങ്ങൾ, അങ്ങനെ എല്ലാം അന്താരാഷ്ട്ര തലത്തിൽ ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടാക്കി 75 കൊല്ലം പിന്നിടുമ്പോ അതേ 75 വർഷമായിട്ട് മനുഷ്യാവകാശ ലംഘിക്കപ്പെട്ട മരിച്ചു വീഴുന്ന പലസ്തീൻ മക്കളുടെ വിഷയത്തിൽ എന്നും ആർക്കൊന്നും പറയാനില്ല. 75 വർഷമായിട്ടുണ്ട് ഈ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ട്, മനുഷ്യാവകാശ സംഘടനകൾ വ്യാപകമായി ലോകത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്, അതുപോലെ തന്നെ ഐക്യരാഷ്ട്രം പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. എന്തുകൊണ്ട് ഇവരാരും കൃത്യമായ നിലയിൽ പലസ്തീൻ മക്കളുടെ അവകാശത്തിന് വേണ്ടി സംസാരിച്ചിട്ടില്ല? റഫ അല്ല ഇവിടെ ചർച്ച, ഗസയുമല്ല ഇവിടെ ചർച്ച എന്നുള്ളത്. പ്രശ്നം ഗസയോ റഫയോ അല്ല, പലസ്തീനാണ്. പലസ്തീൻ മണ്ണെന്നുള്ളത് പലസ്തീൻ ജനങ്ങളുടെ അവകാശമാണ്, അത്രേ അവർ പറയുന്നുള്ളൂ. 1948 ഇസ്രായേൽ രാഷ്ട്രം പ്രഖ്യാപിച്ചതോടുകൂടി നടത്തിയ ഏറ്റവും വലിയ ബ്രിട്ടീഷുകാരുടെ ചതിയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ 75 വർഷക്കാലം ആ സമൂഹം അനുഭവിക്കുന്ന ത്യാഗോജ്ജലമായ പോരാട്ടങ്ങളുടെ ബാക്കിപത്രം മാത്രമാണ് റഫയിൽ നടന്നിട്ടുള്ളത്. ഇവിടെ പറയാറുണ്ട് ചില ആൾക്കാർ ഒക്ടോബർ 7-ന് ഇവർ അങ്ങോട്ട് കയറി ആക്രമിച്ചതിന്റെ അടിയാണ് ഈ കിട്ടുന്നത്. ചോദിച്ചു മേടിച്ചില്ല, ചെറിയ പട കൊടുത്തു വലിയ പടം വാങ്ങിച്ചു എന്ന്, കാറ്റ് പതിച്ചിട്ട് കൊടുങ്കാറ്റ് മടിച്ചു എന്ന്. അങ്ങനെ അതിനെയൊക്കെ സമീകരിക്കാൻ വേണ്ടിയിട്ട്, അതിനെയൊക്കെ എന്ത് ചെയ്യുക, തൂക്കുമൊപ്പിക്കാൻ വേണ്ടിയിട്ട് ന്യായീകരണവാദങ്ങൾ ഉന്നയിക്കാറുണ്ട്. 140ഓളം ആൾക്കാർ തടവ് പിടിക്കുമ്പോ ആലോചിക്കണം, ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കുമെന്ന് പറയുന്ന പിഞ്ചു മക്കളെ കൊന്നൊടുക്കുമ്പോ അതിൽ പോലും ന്യായീകരണം കണ്ടെത്തുന്ന മൃഗങ്ങളെ പോലെയുള്ള മനുഷ്യർ ജീവിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു മനസാക്ഷിയില്ലാത്ത സമൂഹം. കന്നുകാലികൾക്കും ജീവവർഗങ്ങൾക്കും പോലും കരുണയുണ്ട്. നമ്മൾ ചില അപൂർവ കാഴ്ച കാണാറുണ്ട്, സിംഹത്തിന്റെ കൂട്ടിൽ പൂച്ച വളരുന്നു എന്ന്. ചില അപൂർവ കാഴ്ചയാണ്. സിംഹത്തിന്റെ കൂട്ടിൽ പൂച്ച വളരുന്നു, പട്ടി പൂച്ചയ്ക്ക് തീറ്റ കൊടുക്കുന്നു, പൂച്ച പാല് കൊടുക്കുന്നു, എലിക്ക് പാല് കൊടുക്കുന്നു. ഈ വിധത്തിൽ ചില സംഭവങ്ങൾ കാണാറുണ്ട്. ജീവികൾക്കിടയിൽ പോലും അതിന്റെ പ്രകൃതിക്ക് പോലും വിരുദ്ധമായിട്ടുള്ള കാരുണ്യങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യന്റെ പ്രകൃതിയുടെ ഭാഗമായ കാരുണ്യം പോലും വറ്റിപ്പോയിരിക്കുന്നു എന്ന് പറയാൻ അർത്ഥം. മണ്ണിൽ എങ്ങനെയാണ് മഴ പെയ്യുന്നത് നമുക്കറിയില്ല. ഇത്രയും കരുണ പറ്റിപ്പോയ കാരിലിമ്പ് പോലെ കഠിനമായ ഹൃദയങ്ങളുള്ള ഈ സമൂഹത്തിൽ എങ്ങനെയാണ് അല്ലാഹുവിന്റെ കാരുണ്യം ഉണ്ടാകുന്നത്? അല്ലാഹു പറയുന്ന മനുഷ്യന്റെ ഹൃദയങ്ങള് അത് കല്ലുകളെക്കാൾ കടുപ്പമായി പോയി എന്ന്. അത് കല്ലുകളെ പോലെയെന്ന് ആദ്യം പറഞ്ഞു. പക്ഷെ അല്ലാഹുവിന് അത് അങ്ങനെ പറഞ്ഞു നിർത്താൻ തോന്നിയില്ല. കാരണം കല്ലുകൾക്കും ഉണ്ട് ചില വ്യത്യാസങ്ങൾ. അതിനുകൊണ്ട് ചെറിയ മയം, അതിൽ നിന്ന് ഉറവകൾ പൊട്ടി ഒഴുകാറുണ്ട്, അത് നദികൾ ഒഴുക്കാറുണ്ട്, അത് വെള്ളങ്ങൾ സ്റ്റോർ ചെയ്യാറുണ്ട്, അത് അല്ലാഹുവിന്റെ ഭയത്താൽ അത് ഉരുണ്ട് താഴേക്ക് വരാറുണ്ട്. എന്നാൽ ഇതൊന്നും ബാധിക്കാത്ത കല്ലുകളെക്കാൾ കടുപ്പമുള്ള ഹൃദയങ്ങളുണ്ടല്ലോ, അത് മനുഷ്യർക്കുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. അങ്ങനെയുള്ള ഒരു കാരിലിമ്പ് പോലെ കഠിനമായി പോയ ഹൃദയങ്ങളുള്ള ഒരു മാനവ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പലസ്തീൻ ജനതയുടെ ആവശ്യമുള്ളത് വളരെ ന്യായമായ ആവശ്യമാണ്. അത് മനസ്സിലാക്കാൻ ഇവിടുത്തെ ലോക നേതാക്കന്മാർക്കൊണ്ട് കഴിയുന്നില്ല. അവർക്കാർക്കും കഴിയില്ല. അവരാരും പിന്തുണയ്ക്കില്ല. പോട്ടെ, സ്വാഭാവികമായിട്ടും പലസ്തീൻ എന്നുള്ളത് ആ പ്രശ്നം എന്നുള്ളത് മുസ്ലിമീങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. പലസ്തീനികൾ മുസ്ലിമീങ്ങളായതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾക്ക് എന്ത് മനുഷ്യാവകാശം? മുസ്ലിമീങ്ങൾക്ക് എന്ത് മനുഷ്യാവകാശം? അവർക്കെന്ത് സെന്റിമെന്റ്സ്? അവർക്കെന്ത് കാരുണ്യം? അവർക്ക് ആഗോള ഭീകര സംഘടനകളാണല്ലോ. ആഗോള ഭീകര മുസ്ലിമീങ്ങളെല്ലാം ഇസ്ലാമോഫോബിയുടെ മറപിടിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ എല്ലാം ഭീകരവാദികളാക്കി ചാപ്പ് കുത്തി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാണല്ലോ. പക്ഷെ അവർക്കാർക്കും ഇല്ലാത്ത കാരണം നമുക്കെങ്കിലും പരസ്പരം ഉണ്ടാവണ്ടേ? 57 അറബ് രാഷ്ട്രങ്ങൾ ഇസ്ലാം ഭരിക്കുന്ന രാജ്യങ്ങളുണ്ട് ഇവിടെ. ആരാ ഇവിടെ മിണ്ടിയത്? ആർക്കവിടെ സങ്കടം ഉണ്ടായത്? കവർ പൊട്ടിച്ചിരുന്ന മുട്ടായികൾ നമ്മൾ കടകളിൽ നിന്ന് വലിയ ഹോൾസെയിലായിട്ട് പരീക്ഷ കഴിയുമ്പോഴത്തേക്കും കൊടുക്കണമല്ലോ, അവർക്ക് വിധിക്കാൻ വേണ്ടിയിട്ട് ജയിച്ചതിന്റെ വലിയ അങ്ങനെ പൊട്ടിച്ചിരുന്ന മുട്ടായി കവറുകൾ പോലെ, വെള്ളക്കടലാസിൽ പൊതിഞ്ഞ മുട്ടായികൾ പോലെ കൂട്ടിയിട്ട മുസ്ലിം കുട്ടികളുടെ മയ്യത്തുകൾ പലസ്തീന്റെ മണ്ണിൽ കണ്ടിട്ട് ഏത് രാജകുമാരന്റെ ഉറക്കമാണ് നഷ്ടപ്പെട്ടത്? ആർക്കും ഉറക്കം നഷ്ടപ്പെട്ടിട്ടില്ല. ഒരു അധികാരിക്കും സങ്കടം ഉണ്ടായിട്ടില്ല. ലോകത്തൊരു വിശ്വാസിക്കും അങ്ങനെ സങ്കടം ഉണ്ടായിട്ടില്ല. ആരും അത്താഴം മാറ്റി വെച്ചില്ല. എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോയത് ലോകത്തുള്ള എല്ലാ വിശ്വാസികളും ഒരു ശരീരം പോലെയാണെന്ന്. കാലിൽ മുറിവുണ്ടായാലും കണ്ണുറക്ക വിളയ്ക്കും, അതാ മുസ്ലിം എന്ന് ആ പുണ്യ നബി പറഞ്ഞു പോയ വാക്കുകൾക്ക് പോലും ഒരു വിലയും ഇല്ലല്ലോ ഇനി മണ്ണിൽ. ആർക്കാ സങ്കടം ഉണ്ടായത്? ആ പിഞ്ചു മക്കളുടെ സങ്കടത്തിൽ. നമുക്കുണ്ടായ നഷ്ടങ്ങളാണ് നമുക്ക് ഏറ്റവും വലുത്. നമുക്കുണ്ടായ ചെറിയ നഷ്ടങ്ങളാണ് നമുക്കിന്നും വലിയ പ്രശ്നമായിട്ടുള്ളത്. A+ ഒന്ന് കുറഞ്ഞു പോയതിന്റെ പേരില്ല ഒരു പെൺകുട്ടി ഇവിടെ ആത്മഹത്യ ചെയ്തത്. എല്ലാത്തിനും A+, പക്ഷെ ഒന്നിന് A+ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ആ കുട്ടി ആത്മഹത്യ ചെയ്തു. മനുഷ്യന് മരിക്കാൻ ആലോചിച്ചു നോക്കണം. ആ സമൂഹം നമുക്ക് ഒരു പാഠമാണ്. നമുക്ക് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, ആ സമൂഹത്തിൽ നിന്ന് നമ്മൾ പാഠം പഠിച്ചിട്ടില്ലെങ്കിൽ ഇതേ അവസ്ഥ
അർദ്ധരാത്രിയുടെ അന്ധകാലത്തെക്കാളും ശക്തമായി ഇരുട്ടായിട്ട് അക്രമങ്ങളും അരാജകത്വങ്ങളും പെരുകി വരുന്ന ലോകത്താണ് നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്. അന്ന് എല്ലാ വീടിന്റെയും വാതിൽ കടന്ന് ഈ അക്രമങ്ങൾ കടന്നു വരും, അനീതികൾ കടന്നു വരും, അരാജകത്വങ്ങൾ കടന്നു വരും. അന്ന് ഈമാൻ മുറുകെ പിടിക്കണേ എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ സമൂഹത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. ലോകത്ത് ഒരു സൈക്കോളജിസ്റ്റിനും ഒരു മനഃശാസ്ത്ര വിദഗ്ധനും മനസ്സിലാക്കാൻ കഴിയാത്ത ഹൃദയത്തിന്റെ ഉടമകളാണ് പലസ്തീൻ മക്കൾ. നോക്കുക, നിങ്ങൾ ലോകത്ത് എല്ലാവരും ഇന്ത്യ രാജ്യത്ത് 1,00,000 ആൾക്കാരാണ്. 1,35,000 ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഈ രാജ്യത്ത്. പല കാരണങ്ങളാണ്. അത്രമേൽ ആത്മഹത്യ നടക്കുന്നുണ്ട് ഈ രാജ്യത്ത്. ലോകവ്യാപകമായിട്ട് ഓരോ ദിവസവും ആയിരക്കണക്കിന് മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ചെറിയ പ്രശ്നങ്ങളാണ്. മാർക്ക് കുറഞ്ഞു പോയി, പരീക്ഷയ്ക്ക് തോറ്റുപോയി, ജോലി കിട്ടിയില്ല, കുടുംബ പ്രശ്നങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പിണക്കങ്ങള്, മക്കളോടുള്ള പിണക്കങ്ങള്, അങ്ങനെ പിടിവാശികള്, നിസ്സാരമായ കാര്യങ്ങളുടെ പേരിലൂടെ ആത്മഹത്യ നടക്കുന്നുണ്ട്. പലസ്തീന്റെ മണ്ണില് ഒരൊറ്റ ആത്മഹത്യ നടന്നിട്ടില്ല. ഒരാള് പോലും. 6 മക്കൾ ഒരു സ്ത്രീക്ക് മരണപ്പെട്ടു പോയി. 6 മക്കളും മരിച്ചുപോയി. ഉമ്മ ഓടി വന്നിട്ട് ഈ പോരാളികളുടെ അടുക്കിലേക്ക് ഓടി വരുമ്പോ അവർക്ക് എങ്ങനെ സമാധാനം പറയും? ഒരൊറ്റ ബോംബ് സ്ഫോടനത്തിൽ 6 മക്കൾ മരിച്ചുപോയ ഉമ്മ ഓടി വരുമ്പോ, നഗ്നബാധയായി ഓടി വരുന്ന ഉമ്മയോട് എന്ത് ആശ്വാസവാക്ക് പറയുമെന്നറിയാതെ ആ പലസ്തീന്റെ പോരാളികൾ നിൽക്കുമ്പോ ആ ഉമ്മയോട് ഒരു പറഞ്ഞ വാക്ക്, നിങ്ങളാണ് ആധുനിക ഹൻസാദ്. സ്വന്തം മക്കൾ 4 പേരും മരിച്ചുപോയപ്പോ അല്ലാഹുവേ അൽഹംദുലില്ലാഹി അല്ലദീ ശറഫനി ബിശഹാദതിഹിം, എന്റെ മക്കൾക്ക് ഷഹാദത്ത് കൊടുത്തുകൊണ്ട്, അവർക്ക് രക്തസാക്ഷിത്വം കൊടുത്തുകൊണ്ട് എന്നെ ആദരിച്ച എന്റെ പടച്ചവനെ നിനക്ക് സ്തുതി എന്ന് പാടി പറഞ്ഞു പോയ ആ ഹൻസയുടെ ചരിത്രമാണ് പെണ്ണെ നിനക്കുള്ളത്. ആ പാരമ്പര്യമാണ് നിനക്കുള്ളത്. നീ ശുഹദാക്കളുടെ ഉമ്മയാണെന്ന് പറയുമ്പോ ഞാൻ മാത്രമല്ല, എന്നെ പോലെ ഒരുപാട് ഉമ്മമാരുണ്ട്. അതെന്റെ പ്രശ്നമല്ല. എനിക്ക് ഇനിയും 2 മക്കളുണ്ട്. അവർ കൂടി മരിച്ചാലും എനിക്കത് പ്രശ്നമല്ല. പക്ഷെ പലസ്തീന്റെ മോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിന്ന് നിങ്ങൾ ഒരു അടി പോലും പിന്നോട്ട് മാറരുത് എന്ന് പറയാൻ വേണ്ടിയാ ഈ ഞാൻ ഓടി വന്നതെന്ന് പറഞ്ഞ ഉമ്മ ഉണ്ട് ഇവിടെ. അങ്ങനെ ജീവിച്ചൊരു സമൂഹത്തിന് വിലപിടിച്ചതെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട്, എല്ലാം നഷ്ടപ്പെട്ടു പോയവർ, പ്രിയപ്പെട്ടവർ ഓരോരുത്തരും മരണപ്പെട്ടു പോകുമ്പോ ഒരു കൈക്കുഞ്ഞ് എഴുതി വെച്ച് കൈപ്പടലത്തിൽ സ്വന്തം പേരെഴുതി വെക്കുന്നതിന്റെ അവസ്ഥ ഉണ്ടല്ലോ. ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങള്? സ്വന്തം കയ്യിൽ സ്വന്തം പേരെഴുതി പേന കൊണ്ട് എഴുതി വെക്കാൻ എന്തിന്റെ കാര്യം? നാളെ നേരം വെളുക്കുമ്പോ ബോംബുകൾ വീണിട്ട് ഞാൻ ചിതറിപ്പോയാൽ വാരിക്കൂട്ടുന്ന അവയവങ്ങളിൽ നിന്ന് എന്റെ ഉമ്മ എന്നെ മനസ്സിലാക്കട്ടെ എന്ന് ഈ കൈ കണ്ടിട്ട് ഞാൻ ആ മരിച്ചുപോയെന്ന് എന്റെ ഉമ്മ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ എഴുതി വെച്ചതെന്ന് പറയുന്ന ഒരു പിഞ്ചോമല പൈതലിനെ പലസ്തീന്റെ മണ്ണിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ മനുഷ്യൻ നമ്മൾ ആലോചിക്കണം, നമ്മൾ എത്ര സുഖത്തോടെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ചെറു സങ്കടങ്ങളിൽ ആത്മഹത്യ ചെയ്യുമ്പോൾ ഒരാൾ പോലും ആത്മഹത്യ ചെയ്യാത്ത ഒരു മണ്ണാണ് ഈ പലസ്തീൻ എന്നുള്ളത്. എല്ലാരും മരിച്ചു. വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, മക്കൾ മരിച്ചു. എന്നിട്ടും ഞൊണ്ടിയായിട്ട് കൈകാലികൾ മുറിഞ്ഞ് എല്ലാം വലിയ കേടുപാടുകളുമായിട്ട് കയറിക്കിടക്കാൻ കൂരയില്ലാതെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കേണ്ടി വന്ന ഗതികേടി പോലും ഒരു ഉമ്മ പോലും ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാത്ത രാജ്യമാണ് പലസ്തീൻ എന്നുള്ളത്. ഈ ലോക ചരിത്രത്തിൽ അവരെ മനസ്സിലാക്കാൻ ഒരു സൈക്കോളജിക്ക് കഴിയില്ല. എന്താണെന്നറിയാമോ ഒരു കാര്യം? അവരെയും സഹാബാക്കളുടെയും ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് വിശ്വാസമാണ്. ഒരു പതിറ്റാണ്ടല്ല, ഈ 2 പതിറ്റാണ്ടല്ല, 100 കണക്കിന് വർഷങ്ങൾ വേണ്ടി വന്നാലും സഹനതയോടെ അല്ലാഹുവിന്റെ സഹായം പ്രതീക്ഷിച്ച് ജീവിക്കാനുള്ള ഹിമ്മത്ത്, തന്റെ യഖീനും ഈമാനും അവർക്കുണ്ടായിരുന്നു. അത് അവർ വരും. ആ ഈമാനാണ് അവർക്ക് ഇന്നും ജീവൻ നൽകുന്നത്. ആ പ്രതീക്ഷയാണ് അവർ ഇന്നും നിലനിർത്തുന്നത്. ആ സമൂഹത്തെ തോൽപ്പിക്കാൻ കഴിയില്ല. ഇസ്രായേലും അമേരിക്കയും വിചാരിച്ചു കഴിഞ്ഞാല്, ഇസ്രായേലും അമേരിക്കയും വിചാരിച്ച് ലോകം മുഴുവൻ നശിപ്പിക്കാൻ കഴിയും. അതിനുള്ള ആയുധശേഷി അവരുടെ കയ്യിലുണ്ട്. പക്ഷേ ഇനി അവശേഷിക്കുന്ന തുച്ഛം വരുന്ന പലസ്തീൻ മക്കളെ വംശീയമായി പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാൻ അവരെ കൊണ്ട് കഴിയില്ല. ലോകത്തെ തോൽപ്പിക്കാൻ കഴിയും, പലസ്തീനുകളെ തോൽപ്പിക്കാൻ കഴിയില്ല. അത് അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ വാഗ്ദാനമാണ്. ആ സമൂഹത്തെ തോൽപ്പിക്കാൻ കഴിയില്ല. ലോകത്തിന്റെ ക്രമത്തിൽ തന്നെ അടിമുടി മാറ്റമുണ്ടാക്കാൻ വേണ്ടി വന്നവരാണ് ആ സമൂഹം. അതിനു വേണ്ടിയുള്ള പാകപ്പെടുത്തലാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ ആസൂത്രണങ്ങൾ, അല്ലാഹുവിന്റെ തന്ത്രങ്ങൾ, അതിന്റെ വ്യാപ്തിയും വിശാലതയും അതിന്റെ ദീർഘവീക്ഷണവും നമ്മളെ കൊണ്ട് മതിയാവില്ല, കൂട്ടിയാൽ കൂടുന്നതല്ല. ഈ പതിറ്റാണ്ടുകൾ കടന്നുപോയ ഓരോ സംഭവങ്ങളുടെയും പിറകിൽ പിന്നെ എന്തുണ്ടായി എന്നുള്ളത് ചരിത്രമാണ്. ഈ സമൂഹമാണ് ലോകത്തിന്റെ 1-2 ലോകമഹായുദ്ധങ്ങൾ നടക്കുമ്പോൾ ലോകത്തിന്റെ 2 തരം നേതാക്കന്മാരുണ്ടായി. ആദ്യത്തെ കഴിയുമ്പോൾ ബ്രിട്ടൻ ആയിരുന്നു ലോകത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്നുള്ളത്. രണ്ടാമത് ലോക മഹായുദ്ധം കഴിയുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ശക്തി എന്നുള്ളത് അമേരിക്കയായി മാറിയിട്ടുണ്ട്. ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്നത് ഒരു പക്ഷത്ത് പലസ്തീൻ ആയിരിക്കും. അത് കഴിയുമ്പോൾ ലോകത്തെ നിയന്ത്രിക്കുന്നതും പലസ്തീൻ ആയിരിക്കും എന്നതിൽ ഒരു തർക്കവുമില്ല. ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവനെ ചരിത്രം നിർമ്മിക്കുകയുള്ളൂ. തെരുവിൽ നിന്നാണ് ചരിത്രങ്ങൾ ആരംഭിക്കുന്നത്. ഒരുപാട് നഷ്ടപ്പെടാനുള്ളവർക്ക് അവർക്ക് വലിയ പേടിയാണ്. നമ്മുടെ പ്രശ്നം അതാണ്. അല്ലാഹു റസൂൽ പറഞ്ഞല്ലോ, യുഷികു അൻ തദഅ അലൈകുമുൽ അംഉം കമാ തദഅ അൽ ആഖിലതു ലാ ബിസ്അദിഹാ എന്ന്. വിശന്നൊരു മനുഷ്യന്റെ മുമ്പിലേക്ക് ഭക്ഷണം നൽകി വെക്കുമ്പോൾ എത്ര ആർത്തിയോടുകൂടിയാണ് അവർ അതിലേക്ക് ചാടി വീഴുക. വിശന്നിരിക്കാണ്, നോമ്പ് തുറക്കാനുള്ള സമയമാണ്. അപ്പൊ അവൻ ആ ഭക്ഷണ തലകയോട് കാണിക്കുന്ന ആ ഒരു ആവേശമുണ്ടല്ലോ, ആ ആവേശമായിരിക്കും ലോകത്തുള്ള ഇസ്ലാമിന്റെ ശത്രുക്കൾ മുസ്ലിമീങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി കാണിക്കുക. എല്ലാവർക്കും ചാടി കൊത്തിപ്പറിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവും. മുസ്ലിം അല്ലേ?
അവിടെ ആരും അറിയിക്കൂല. അവിടെ ജൂതവരുണ്ടാവും, ക്രൈസ്തവരുണ്ടാവും, സംഖ്യകളുണ്ടാകും, സർവ്വ ചിന്താഗതിക്കാരുണ്ടാകും. അതിലെല്ലാം മതക്കാരെല്ലാം അങ്ങനെയാണെന്നല്ല പറഞ്ഞത്. പക്ഷെ എല്ലാത്തിനകത്ത് പുഴുക്കുത്തുകൾ ഉണ്ടാകും. എല്ലാവർക്കിടയിൽ തീവ്ര ചിന്താഗതിക്കാരുണ്ടാകും, ഭീകര സ്വഭാവമുള്ളവരുണ്ടാകും. അവരെല്ലാവരും കച്ചകെട്ടി മുറുക്കിയിട്ട് ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി മുസ്ലിമീങ്ങൾക്ക് നേരെ ചാടി വീഴുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ചോദിച്ചു, നബി എന്താ അങ്ങനെ ഒരു അവസ്ഥ? ഏകപക്ഷം നമ്മൾ ന്യൂനപക്ഷമായിരിക്കുമ്പോൾ തന്നെ ബദൽ ജയിച്ചവരാണ് നമ്മള്. നമ്മുടെ പിന്തലമുറക്കാർക്ക് എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന്? നമ്മൾ ന്യൂനപക്ഷമായത് കൊണ്ടാണോ എന്ന റസൂൽ ഇല്ല. ബലാക്കും കിസീറുൻ, നിങ്ങൾ ഒരുപാട് പേരുണ്ടാകുമെന്ന് ഇല്ല. ഒരുപാട് പേര് നമ്മൾ ഇന്ന് എണ്ണത്തിൽ 200 കോടിയിലേറെ മുസ്ലിങ്ങളുണ്ട്. 57ഓളം സ്വതന്ത്രമായ ഇസ്ലാമിക ഭരണം നടക്കുന്ന രാജ്യങ്ങളുണ്ട്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ധാരാളമുണ്ട്. ആയിരക്കണക്കിന് ആയുധ ശേഖരങ്ങളും കോടിക്കണക്കിന് വരുന്ന സൈനിക ശേഖരങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാം ഉണ്ടായിട്ട് എന്താ? എല്ലാം ഉണ്ടെങ്കിലും മലവെള്ളപ്പാച്ചിൽ ഒഴുകി വരുന്ന ചണ്ടികൾ പോലെയായിരിക്കും നിങ്ങൾക്കൊന്നും പ്രതിരോധിക്കാൻ കഴിയില്ല. ഒരു തുള്ളി വെള്ളത്തെ പോലും തടയാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. നിങ്ങൾ ഒഴുക്കിനൊപ്പം ഒഴുകാനേ നിങ്ങൾക്ക് കഴിയും. കാരണം നിങ്ങൾ ദുനിയാവിൽ വലിയ രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്നു. അൽ വഹൻ എന്ന രോഗം. നിങ്ങൾക്ക് ജീവിച്ച് പൊതി തീരുന്നില്ല. നിങ്ങൾക്ക് ദുനിയാവിലുള്ള മോഹം അവസാനിക്കുന്നില്ല. കയ്യിലും കശത്തുമായി ഇരിക്കുന്നതെല്ലാം ഇനിയും മുറുകെ പിടിക്കാനുള്ള ആർത്തിയാണ് മനുഷ്യനുള്ളത്. ഒന്നും നഷ്ടപ്പെടുത്താൻ നിങ്ങൾ തയ്യാറല്ല. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെ കൊണ്ട് ലോകത്ത് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു ചരിത്രവും സൃഷ്ടിക്കാൻ പോകുന്നില്ല, ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. നമുക്കൊക്കെ അതിന്റെ എന്തൊക്കെയോ ഉള്ളത് നഷ്ടപ്പെട്ടു പോകുമെന്ന ഭയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അറബ് രാഷ്ട്രങ്ങൾ ഇത്രയും ഒരു രാജ്യം ഉണ്ടായിട്ട് പറയാറുണ്ട്, ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, അറബ് രാഷ്ട്രങ്ങൾ എല്ലാവരും കൂടെ ചെന്നൊന്ന് മൂത്രമൊഴിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഇസ്രായേൽ എന്ന്. മൂത്രമൊഴിക്കാൻ പുറത്തുനിന്ന് ഇറങ്ങേണ്ടി വരും. അത് അത്രയും സുഖീയന്മാരായി ജീവിക്കുന്നവർ പുറത്തിറങ്ങാറില്ല ഈ പരിപാടിക്ക് വേണ്ടിയിട്ട്. അതൊക്കെ എല്ലാം അകത്ത് ശീതീകരിച്ച റൂമിനകത്ത് അതിനോടൊപ്പം പാത്തകാച്ച റൂമുകൾ ഉള്ളത് കൊണ്ട് അതിനുവേണ്ടി ആരും പുറത്തിറങ്ങാറില്ല. ഇപ്പോ അത്രയും സുഖീയന്മാരായി ജീവിക്കുന്ന രാജകുമാരന്മാരെ കൊണ്ടൊന്നും ഒരു മാറ്റം ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ ആ സമൂഹം പോരാടി നേടും. അവർ വിജയിക്കുക തന്നെ ചെയ്യും. അവരുടെ വിജയത്തിന്റെ അവസാനത്തെ ബാങ്ക് പിന്നെയും ബിലാലെ വിളിച്ചതുപോലെ ഒരു വിജയ ബാങ്ക് ആ പലസ്തീന്റെ മണ്ണിൽ മസ്ജിദുൽ അഖ്സയിൽ മുഴങ്ങും. അതൊരു കാവ്യനീതി പോലെ ഭൂമിയിൽ അല്ലാഹു നടപ്പിലാക്കുന്ന യാഥാർത്ഥ്യമാണ്. അത് സംഭവിക്കുന്നതിനെയും അവിടെ നമ്മൾ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ നമുക്ക് നമ്മുടേതായ കടമകളും കടപ്പാടുകളുമുണ്ട്. മുസ്ലിം എന്ന നിലയിൽ നമുക്ക് പ്രതിബദ്ധതയുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ദുർബലരായ വിശ്വാസികളായ ആണിനെയും പെണ്ണിനെയും കുട്ടികളെയും കൈകാര്യം ചെയ്യുമ്പോൾ അവരെല്ലാവരും ഒരു മോചനത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കാത്തത്, അവർക്ക് വേണ്ടി സമരരംഗത്തിറങ്ങാത്തത് എന്ന അല്ലാഹുവിന്റെ ചോദ്യമുണ്ട്. എന്ത് മറുപടി ഉണ്ട് നമുക്ക് എന്നുള്ളത് ആലോചിക്കണം. ഓരോരുത്തരും ആലോചിക്കേണ്ട വിഷയമാണ്. അതിനൊക്കെ ഉപരിയായിട്ട് നമുക്ക് ആ സമൂഹത്തിൽ പാഠമുണ്ട്. അവരുടെ വിശ്വാസമുണ്ടല്ലോ, അത് നമ്മൾ ആർജിച്ചെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഒരു പ്രതിസന്ധിയും ഒരു കാരണവശാലും ഒരു പ്രതിസന്ധിയിലും താളം തെറ്റി പോകേണ്ടവരല്ല നമ്മുടെ ഹൃദയങ്ങള്. എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ ശഹാബാക്കള് കടന്നുപോയ അതേ പ്രയാസങ്ങൾ, അതിനു മുമ്പുള്ള പ്രവാചകന്മാരും സമൂഹങ്ങളും കടന്നു പോയിട്ടുള്ള അതേ പ്രയാസങ്ങൾ അതേ നമുക്ക് വരുള്ളൂ. നിങ്ങൾ എന്താ വിചാരിച്ചത്? അള്ളാഹു മുഹമ്മദ് റസൂൽ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് സ്വർഗം തരാനാണോ? അങ്ങനെയാണോ നിങ്ങൾ കണക്കാക്കിയത്? ഷഹാദത്ത് പറഞ്ഞ ഈ ഞാൻ മുഅ്മിനാണ് എന്ന് പറഞ്ഞ് സ്കൂളിൽ ചെല്ലുമ്പോൾ എന്റെ മതം എന്ന് ചോദിക്കുമ്പോഴേ എന്റെ മതം ഇസ്ലാമാണ് എന്ന് അവിടെ എഴുതി കൊടുത്താൽ നിനക്ക് സ്വർഗം നൽകാമെന്ന് നീ കണക്കാക്കുന്നുണ്ടോ? അങ്ങനെ കിട്ടുന്ന സംഗതിയാണ് സ്വർഗമെന്ന്? ഇല്ല, അങ്ങനെ ഇല്ല. തീർച്ചയായും പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അതിശക്തമായി നിങ്ങൾ ചുളുവിൽ സ്വർഗത്തിൽ പോകാമെന്ന് അറിയാൻ കണക്കാക്കുന്നുണ്ടോ? നിങ്ങൾ ചരിത്രങ്ങളൊന്നും പഠിച്ചില്ലേ? ഖുർആൻ നോക്കിയില്ലേ? നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമൂഹങ്ങളെല്ലാം പരീക്ഷിക്കപ്പെട്ടു. ഏറ്റവും വലിയ താടനങ്ങളും പീഡനങ്ങളും സഹിച്ച അവസാനം ആ സമൂഹവും അവരുടെ പ്രവാചകന്മാർ പോലും പറഞ്ഞുപോയി. പ്രവാചകന്മാർ പോലും പറഞ്ഞുപോയി, മത്താ നസ്റുല്ലാഹ്, അല്ലാഹു ഇനി എപ്പോഴാ സഹായം എന്ന് അവർ പോലും പറഞ്ഞു പോകുമാറ് പരീക്ഷണങ്ങളുടെ തീച്ചൂളയിട്ട് വിറപ്പിക്കപ്പെട്ടിട്ടുണ്ട് മുൻഗാമികൾ. അപ്പൊ നിങ്ങൾ അങ്ങ് സ്വർഗത്തിൽ പോകാനാണ് കണക്കാക്കുന്നത്? ഇല്ല, അതുണ്ടാവില്ല. നരകത്തിൽ പോകാൻ ഒരു അർഹതയുണ്ട്, സ്വർഗത്തിൽ പോകാൻ ഒരു അർഹതയുണ്ട്. അത് ലോകത്ത് സംഭവിച്ചു തീരും. അവർക്ക് ചുമ്മാ നരകം കൊടുക്കാൻ പറ്റുമോ? സത്യനിഷേധികൾക്ക് അവർക്ക് വെറുതെ നരകം കൊടുക്കാൻ പറ്റുമോ? നരകം അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അവർ നേടിയെടുക്കുക. അപ്പൊ അതുകൊണ്ട് അവർക്ക് കാലം ഓഫീസൊക്കെ എഴുതുമ്പോൾ അള്ളാഹുവിന് അന്യായമായിട്ട് ആരെയും നരകത്തിലിടാൻ താല്പര്യവുമില്ല. ജനങ്ങൾ അവന്റെ കർമ്മങ്ങൾ കൊണ്ട് തന്നെയാണ് നരകത്തിലെത്തുക. ആ കർമ്മങ്ങൾ അവർ ചെയ്യും. ആ കർമ്മങ്ങളുടെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. ആ ഫലം നമ്മൾ അനുഭവിക്കുന്നതിന്റെ പേരിലാണ് നമുക്ക് സ്വർഗവും നൽകുക. അതാണ് അല്ലാഹുവിന്റെ നീതി. അല്ലാതെ അന്യായ കുറച്ച് ആൾക്കാർ അല്ലാഹു നേരത്തെ റിസർവാക്കുക, എന്നിട്ട് അവർക്ക് സ്വർഗം കൊടുക്കുക, കുറെ ആൾക്കാർ ചുമ്മാ നരകം കൊടുക്കുക. നിറയ്ക്കുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിറച്ചു കളയാൻ, നരകം നിറയ്ക്കുമെന്നുള്ള പറഞ്ഞത് കൊണ്ട് കുറെ മനുഷ്യരെ വെറുതെ വിട്ട് നിറയ്ക്കുകയാണോ?
അവർ കർമ്മങ്ങൾ കൊണ്ടത് നേടിയെടുക്കും. ആ കർമ്മങ്ങളുടെ പ്രത്യാഘാതം നമ്മൾ സഹിക്കേണ്ടി വരും. സഹിക്കുമ്പോഴും ക്ഷമയോടെ അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസത്തോടെ നിലകൊള്ളണം. നല്ല നാളുകൾ നാളെ വരാനുണ്ട് എന്ന പ്രതീക്ഷയോടെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ 1% പോലും നിരാശരാകാതെ പ്രതീക്ഷ വെച്ചുകൊണ്ട് വിശ്വാസികൾ അടിയുറച്ച് നിലകൊള്ളുക. അവിടെ നമുക്ക് വിജയം ഉണ്ടാവുക. അതുകൊണ്ട് പതറിപ്പോകാൻ പാടില്ല. ഇതിനപ്പുറം പരീക്ഷണങ്ങൾ പലസ്തീൻ ജനത അനുഭവിക്കുന്നതിന് അപ്പുറം ചിലപ്പോൾ നമുക്ക് അനുഭവിക്കേണ്ടി വന്നേക്കാം. കാലം അതൊക്കെ നമ്മുടെ മുമ്പിൽ കൊണ്ട് വന്നേക്കാം. അപ്പോഴും ഈ ആദർശം മുറുകെ പിടിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അചഞ്ചലമായ ആ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാനുള്ള ആ നിയ്യത്ത് നമ്മളിൽ ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദിസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് ولم يكن له كفوا احد اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ തഖ്വാചിന് ജീവിക്കണമെന്ന് എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായി ജീവിക്കാൻ മുസ്ലിമായി മരിക്കാനുമുള്ള നല്ല തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ലോകത്തുനിന്ന് ഏറ്റവും ശ്രദ്ധേയമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നാടാണ് ഫലസ്തീൻ. അതുപോലെ തന്നെ ലോകവിശ്വാസികളെമ്പാടും ഏറ്റവും ശ്രദ്ധയോടെ നോക്കിക്കാണുന്ന മറ്റൊരു രാജ്യമാണ് സൗദി അറേബ്യ. കാരണം ഹജ്ജിന്റെ അമലുകളിലേക്ക് വിശ്വാസികൾ കടക്കുന്നതിന്റെ ഭാഗമായി ഹജ്ജിന് വേണ്ടി അറേബ്യ ഒരുങ്ങിക്കഴിയുകയും വിശ്വാസികൾ കൂട്ടം കൂട്ടമായി ആ മണ്ണിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്യുന്ന ഒരു അവസ്ഥ കൂടിയാണ് നിലനിൽക്കുന്നത്. നമുക്കറിയാം, ഇതിന്റെയൊക്കെ ഈ 2 രാജ്യങ്ങളുമായി ചേർത്ത് വായിക്കുമ്പോഴും ഈ 2 രാജ്യങ്ങളുടെ ചരിത്രവും അതുപോലെ സെമറ്റിക് മതങ്ങളുടെ ചരിത്രവും ഇസ്ലാമിന്റെ പൂർവ്വ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ക്രൈസ്തവതയും ജൂതായുസവും ഒക്കെ ഏതെല്ലാം ഉപോത്ബലകമായി നിൽക്കുന്നത് ഏകദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് തുടങ്ങി വന്ന ഒരു ആ പരമ്പരയിൽ നിന്നും വ്യതിചലിച്ചുണ്ടായതാണ്. നമുക്കെല്ലാം അറിയാവുന്നതാണ്. സെമറ്റിക് മതങ്ങളുടെ എല്ലാം പിതാവ് എന്നറിയപ്പെടുന്നയാള് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം. പലസ്തീന്റെ ചരിത്രം മസ്ജിദുൽ അഖ്സയുടെ നിർമ്മാണവും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ് നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ മക്കയിൽ കഅബാലയത്തിന്റെ നിർമ്മാണവും മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നിർവഹിച്ചിട്ടുള്ളത്. ആ പ്രവാചകന്റെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സ്മരണകൾ അയവിറക്കിക്കൊണ്ട് കടന്നു പോകുന്ന നിമിഷങ്ങളിൽ കൂടിയാണ് നമ്മളുള്ളത്. ഈ തൗഹീദ് തേരോട്ടം അദ്ദേഹം സ്ഥാപിച്ചെടുത്ത ഏകദൈവ വിശ്വാസമാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ എല്ലാ പിൽക്കാലങ്ങളിൽ വ്യാപകമായി ലോകത്ത് നിലനിന്നിട്ടുള്ളത്. അതിന്റെ ആ മനുഷ്യനെയാണ് എല്ലാവരും എന്ത് ചെയ്യുക, മുറുകെ പിടിക്കുന്നത്. ആ മഹാനായ പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ ഈ 3 മതങ്ങൾക്കും ഒരേ അഭിപ്രായമാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പിൻഗാമികൾ ഞങ്ങളാണ് എന്ന അവകാശവാദം ഉന്നയിക്കുന്ന ജൂതന്മാരും ക്രൈസ്തവരും മുസ്ലിമീങ്ങളും എല്ലാവരും അവകാശവാദം ഉന്നയിക്കുന്ന ഒരു പ്രവാചകൻ കൂടിയാണ് സർവർക്കും സുസമ്മതനായ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സംഭാവന എന്നുള്ളത് അദ്ദേഹം സ്ഥാപിച്ചെടുത്ത തൗഹീദാണ്. ആര്യന്മാരുടെ തായ് പേര് പരിശോധിച്ചു നമ്മൾ ചെന്ന് നിൽക്കുന്ന ഇറാനിലാണ്. ആ ഇറാനിൽ നിൽക്കുന്ന നമ്രൂദിസം, ആ ബഹുദൈവ ചിന്താഗതികളെ, ആ ദൈവങ്ങളെ ആരാധിക്കുന്നതും വെച്ചു പൂജിക്കുന്നതും വിഗ്രഹങ്ങളെ പൂജിക്കുന്നതുമായ ഒരു സമൂഹത്തിന്റെ ആ ശിർക്കൻ ചിന്താഗതികളെ തകർത്തെറിഞ്ഞുകൊണ്ട് തൗഹീദ് സ്ഥാപിച്ച മഹാനായ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ഒറ്റയാനെ പോലെ അദ്ദേഹം പ്രവർത്തിച്ചത്. എന്നെ ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതല്ലില്ല. ഒരു സമൂഹത്തോട് തന്റെ ആദർശം ഉറക്കെ പറയാൻ ആരുടെയും പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് ഇറങ്ങുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹം നേരിടേണ്ടി വന്ന വെല്ലുവിളികളൊന്നും ലോകത്തൊരു മനുഷ്യന് നേരിടേണ്ടി വരില്ല. ഒറ്റയ്ക്ക് നിന്ന് അദ്ദേഹം നടത്തി. സ്വന്തം പിതാവടക്കം തുടങ്ങിയിട്ട് ഒരു സമൂഹത്തിന്റെ മുഴുവൻ എതിർപ്പും ഏറ്റെടുക്കേണ്ടി വന്നു. അപ്പോഴും തൗഹീദ് അടിയുറച്ചു നിന്നു. അവരെല്ലാവരും കൂടി അതിക്രൂരമായ വിധത്തിൽ ആ മനുഷ്യനെ കൊന്നുകളയാൻ തീരുമാനിച്ചിട്ട് അഗ്നി കൊണ്ട് ഒരുക്കി അമ്പെയ്ത് ആ അഗ്നിയിലേക്ക് ഇട്ട ചരിത്രം നമുക്കറിയാവുന്നതാണ്. ഇത് കേട്ടും പറഞ്ഞൊക്കെ തഴപ്പിച്ചത് കൊണ്ട് അതിന്റെ ഗൗരവം നമുക്ക് പോയിട്ടുണ്ട്. അപ്പൊ അഗ്നി കൊണ്ടുവന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ബാലരമയിൽ വരച്ചു തീക്കൊണ്ടായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു തമാശയാണ് തോന്നുന്നത്. ഒരു തമാശയൊന്നും ആയിരുന്നില്ല അത്. ഒരു മനുഷ്യനെ തീക്കുണ്ടത്തിന്റെ മുമ്പിൽ നിർത്തിയിട്ട് ഒന്ന് വിരട്ടിയാൽ തീ ഒന്നും കാണിക്കണ്ട, ഇവിടെ പിച്ചാത്തി ഒരു ബ്ലേഡ് എടുത്ത് വെച്ചിട്ട് തട്ടിക്കളയോടാന്ന് പറഞ്ഞാൽ കൈരിക്കണെല്ലാം കൊടുത്തിട്ട് മതവും പണവും കൊടുത്തിട്ട് എല്ലാം കളഞ്ഞിട്ട് പോകും നമ്മള്. അങ്ങനെയുള്ള ജീവി നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഏത് അവസ്ഥയിലേക്ക് ഒരു തരത്താഴ്ന്ന ഒരു സമൂഹമാണ് നമ്മൾ. ആ ഒരു അവസ്ഥയിൽ നമ്മളുള്ള ഞങ്ങൾ ആലോചിക്കണം. ആ അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കേണ്ടത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മരണഭയം കാണിച്ചിട്ട് അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയുന്ന നിമിഷത്തിൽ ആ മനുഷ്യൻ നിന്നൊരു ഇതുണ്ട്, നിലപാടുണ്ട്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. അള്ളാഹു ഉണ്ട്, നമുക്ക് അള്ളാഹു ഉണ്ട് എന്ന്. അതാ ഫലസ്തീൻ മക്കൾക്കുള്ളത്. അതാ ഇനി നമുക്കും അവസാനം വരെയുള്ളത്. ഇന്നമാ വലിയക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനൂ. വിശ്വാസികളെ നിങ്ങൾക്ക് ഉണ്ടാവുക, ആത്യന്തികമായി നിങ്ങൾക്ക് അഭയം തേടാൻ കഴിയുന്ന ഇടങ്ങൾ അല്ലാഹുവാണ്, റസൂലാണ്, പിന്നെ യഥാർത്ഥ വിശ്വാസികളാണ്. വല്ലദീന ആമനൂ വല്ലദീന യുഖീമൂന സ്വലാത്ത വയുതൂന സകാത്ത വഹും റാഖിഊൻ. 5 നേരം അറിഞ്ഞ് റുക്കൂ ചെയ്ത് നമസ്കരിക്കുകയും
അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യുന്നതിൽ ഒരു വീഴ്ചയും വരുത്താത്ത ആത്മാർത്ഥതയുള്ള യഥാർത്ഥ വിശ്വാസികളും അള്ളാഹുവിന്റെ റസൂലും അള്ളാഹുവുമാണ് നിങ്ങൾക്ക് അഭയം ഉണ്ടാവുക. അതല്ലാതെ ആരും ആത്യന്തികമായി നിങ്ങൾക്കൊപ്പം ഉണ്ടാവില്ല. അവിടെയാണ് നിങ്ങൾ അഭയം തേടേണ്ടത് എന്ന്. അതാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും മഹത്തായ ഒരു മെസ്സേജും അതുകൂടിയാണ്. അതുകൊണ്ട് പരിപൂർണമായി അള്ളാഹുവിൽ വിശ്വാസം ഉറപ്പിക്കുകയും കാര്യങ്ങൾ അള്ളാഹു തവക്കുലാക്കിക്കൊണ്ട് ജീവിക്കുക. അള്ളാഹു നമുക്ക് വിജയം നൽകും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു മുഗ്ഫിരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.